ഒരു കാര്യം കൂടി, ഒരു അന്താരാഷ്ട്ര വാർത്തയിൽ ഏറ്റവും പ്രാധാന്യമുള്ളതൊന്നുകൂടിയാണ്. ആഗോള എണ്ണ വിലയിൽ വൻ നീക്കം നടത്തുകയാണ് സൗദി അറേബ്യ. ഏഷ്യൻ വിപണികൾക്കായുള്ള അസംസ്കൃത എണ്ണയുടെ വില സൗദി കുത്തനെ കുറച്ചു. ചരിത്രത്തിലെ ഏറ്റവും വലിയ വിലക്കുറവാണ് സൗദി ആരാംകോ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സൗദി സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള എണ്ണ കമ്പനിയാണ് സൗദി ആരാംകോ. ആഗോള എണ്ണ വിപണിയെ ഞെട്ടിച്ചുകൊണ്ടാണ് സൗദി അറേബ്യയിൽ നിന്നുള്ള ഈ വാർത്ത പുറത്തുവരുന്നത്. ഏഷ്യൻ രാജ്യങ്ങൾക്കായി തങ്ങളുടെ പ്രമുഖ അസംസ്കൃത എണ്ണയായ അറബ് ലൈറ്റ്, അതാണ് ആ ഒരു ബ്രാൻഡിൻ്റെ പേര്, അറബ് ലൈറ്റിൻ്റെ വിലയിൽ ബാരലിന് $11 വലിയ കുറവാണ് സൗദി ആരാംകോ വരുത്തിയിട്ടുള്ളത്. നേരത്തെ മുതൽ അവരുടെ വിലക്കുറവ് കൃത്യമായി നിരീക്ഷിച്ചു വരുന്നുണ്ട് റോയിട്ടർ അടക്കമുള്ള ഏജൻസി. അവരുടെ കണക്കെടുപ്പിൽ കൂടിയാണ് ഇത് പുറത്തു വരുന്നത്. എന്തുകൊണ്ടാണ് ഈ വില കുറയ്ക്കുന്നതിൻ്റെ കാരണമെന്നതാണ്. ഒന്ന്, ഹോർമുസ് ഗതാഗതം പഴയ പടിയിലായി എന്നതാണ് ഈ ചോദ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരം. കാരണം ഹോർമുസ് വഴിയുണ്ടായിരുന്ന ഗതാഗതം വലിയ തകരാറിലായിരുന്നു. ഇതോടുകൂടി സംഭവിച്ചത് എന്തെന്ന് വെച്ചാൽ എണ്ണ ഉൽപ്പാദനം നടന്നാലും അത് പുറമേക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത സ്ഥിതിയുണ്ടായി. ആഗോള മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള എണ്ണ ക്ഷാമമുണ്ടായി. പക്ഷേ അതെല്ലാം പഴയപടിയിലാവുന്നു. സ്വാഭാവികമായും ഗതാഗതം ഹോർമുസ് വഴി വലിയ രീതിയിലായതോടുകൂടി തന്നെ പ്രധാന കാരണം എണ്ണ വില കുറച്ചാൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ കഴിയുന്നു എന്ന് ഈ രാജ്യങ്ങൾക്ക് മുന്നിലുണ്ടാകുന്ന ഒരു പ്രതിസന്ധിയാണ്. അതുകൊണ്ട് പ്രധാനമായും കുറച്ചു. എന്തുകൊണ്ട് എണ്ണ വില കുറച്ചു എന്ന അടുത്ത കാരണത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ചൈനീസ് വിപണിയിലെ ഒരു മന്ദതയാണ്. ചൈന ഇറക്കുമതി കുറച്ചു. ചൈനയാണ് പ്രധാനപ്പെട്ട പെട്രോളിയം ഇറക്കുമതി രാജ്യം. ചൈന അതേസമയം ആ രാജ്യത്തിൻ്റെ സ്റ്റോറേജ് പരമാവധി ഉപയോഗപ്പെടുത്തുക, ഈ ക്രൈസിസിൽ അവർ ഉപയോഗം മറ്റു രീതിയിലേക്ക് പരമ്പരാഗതമായ മറ്റു ചില സോഴ്സുകളിലേക്ക് മാറുന്നു. ഈ സാഹചര്യത്തിൽ ചൈന ഇറക്കുമതി കുറച്ചു. ഇതോടുകൂടി എണ്ണയ്ക്ക് ആവശ്യകത കുറഞ്ഞു എന്നതാണ്. അതുകൊണ്ടുകൂടി വില കുറച്ച് പിടിച്ചു നിൽക്കാൻ സൗദിയെ പ്രേരിപ്പിക്കുന്നു എന്നതാണ് ഒരു കാരണം. മറ്റൊരു കാരണം കൂടി നമുക്ക് പരിശോധിക്കാം. അടുത്ത കാരണത്തിലേക്ക് വരുമ്പോൾ ഗൾഫ് രാജ്യങ്ങൾ പൊതുവിൽ ഉൽപ്പാദനം കൂട്ടി എന്ന കാരണമാണുള്ളത്. ഗൾഫ് രാജ്യങ്ങൾ ഉൽപ്പാദനം കൂട്ടിയതോടെ വിപണിയിൽ ഇന്ധന ലഭ്യത വർദ്ധിച്ചു എന്നതാണ് സാഹചര്യം. അതായത് സൗദിക്ക് പുറമേ എണ്ണ ഉൽപ്പാദക മറ്റ് ഒപ്പക് രാജ്യങ്ങൾ അവരുടെ ഉൽപ്പാദനം പെട്ടെന്ന് കൂട്ടി. അപ്പോൾ ലഭ്യത വലിയ രീതിയിൽ ഉയർന്നു. അതുകൊണ്ടുകൂടിയാണ് പെട്ടെന്ന് വില കുറയ്ക്കേണ്ട സാഹചര്യം കൂടി അവർക്കൊപ്പം ഉണ്ടാകുന്നത്. എന്തായാലും ഈ കാരണങ്ങളാണ് പൊതുവിൽ വില കുറച്ചതിൻ്റെ സാഹചര്യമായി പറയുന്നത്. ഒപ്പക് പ്ലസ് സഖ്യത്തിൻ്റെ തീരുമാനപ്രകാരം UAE, ഇറാഖ്, കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും എണ്ണ വലിയ രീതിയിൽ വിപണിയിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. ഇതുകൂടി വിപണി പിടിക്കാൻ സൗദി വില കുറച്ചതോടെ UAEയുടെ അഡ്നോക്ക് ഉൾപ്പെടെയുള്ള മറ്റ് മിഡിൽ ഈസ്റ്റ് കമ്പനികളും വില കുറയ്ക്കേണ്ടി വരുമെന്നതാണ് സാഹചര്യം. ഇത് ഗൾഫ് മേഖലയിൽ വലിയൊരു വില യുദ്ധത്തിന് കാരണമാക്കുമോ എന്ന ആശങ്ക സാമ്പത്തികമായി പങ്കുവയ്ക്കപ്പെടുന്നതുമുണ്ട്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം കൂടിയാണ് ഇവിടെ സംഭവിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.